ഉമ്മയുടെ ഒരു അവസ്ഥ ഞാൻ ആലോചിക്കുകയാണ്. ആകെ ഉണ്ടാകുന്നത് ഒരു പല്ലുവേദനയാണ്. വാണ്ടില് അല്ല, നല്ല ഇത് കുറച്ചൊക്കെ ഇടങ്ങേറാവേണ്ടി വരും. ഇതുകൊണ്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഞങ്ങൾക്ക് റെഡിയാവും. നിങ്ങൾ പേടിച്ചിട്ടാണ് ഒന്നാമത്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളെ പല്ല് കുറ്റിപ്പല്ല് ഇങ്ങോട്ട് പറിച്ചെടുക്കണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വേദന. അതും പോരാത്തതിന് എന്താക്കിയാണ് പാല് തന്നെ കൂടെ ചിന്തിയിട്ട് പൊള്ളം പൊന്തിക്കണം. അത് വേറെ. എല്ലാം പാടെ വേദന സഹിച്ചിട്ടപ്പം നടക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കാണണം, പട്ടാമ്പി പോകാണ്ട്, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. പെരുന്നാളിൻ്റെ തിരക്കുകളായി, പെരുന്നാളിൻ്റെ കുറേ പരിപാടികൾ ചെയ്യാണ്ട്. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള്, നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില്. ചലിക്കുന്ന മാംസപിണ്ഡം നമ്മള്, നാം ചിതലരിച്ചു തീരുമൊടുവിൽ മണ്ണില്. ഇല്ലെന്നതില്ല രക്ഷയാർക്കും പാരില്, ഇല്ലം വിട്ടെറിഞ്ഞു പോണം പള്ളിക്കാട്ടില്. പള്ളിക്കാട്ടിലാണു നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മേലെ. പൊള്ളിടുന്ന ചൂടു തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീലേ. അല്ലേ, ഇവിടെ നല്ല മണിയറ മക്കളെ, അങ്ങ് അവിടെയാണ് അല്ലേ. ഇപ്പോൾ പെരുന്നാൾ പൈസയും സക്കാത്ത് പൈസ ഒക്കെ കൊടുത്തോളി എല്ലാവർക്കും. വെറുതെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ അല്ലേ. അല്ലേഹ, എൻ്റെ 2 സിംഗിട്ടാപ്പടികൾ കയറി കിടക്കണം. ഗബ്ബനെ മടിയിലിരുത്തിയ ഇവള് എൻ്റെ അടുത്ത് വന്നിരിക്കും. അത് പറഞ്ഞിട്ട് കാര്യമല്ല അല്ലേ. അത് ഉറങ്ങ് പഠിച്ചോനെ, അപ്പൻ്റെ പാട്ട് കേട്ട് ഉറങ്ങി 2 എണ്ണം. ഇറങ്ങി ഓരോ ദിവസം ഇങ്ങനെ തെണ്ട് തന്നെയാണ്. പോരി മാക്ക് പല്ല് പൊള്ളിയത് മൊത്തത്തിൽ സൂക്കടായി. ഇപ്പോൾ പെരുന്നാളായിക്കോട്ടേക്ക് ഞങ്ങൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ആ ഒരു ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 50 ഉറുപ്പ്യൊക്കെ എന്തുകൊണ്ടും വെറുത്താണ് കേട്ടോ. എന്താണ് സാധനം? ചീനച്ചട്ടി. ഇങ്ങനെ കൊണ്ടാ കയ്യിൽ പിടിക്കും. പത്തിരി ചൂടാ, അപ്പം ചൂടാ, ചപ്പാത്തി ചൂടാ, എന്തിനും ചൂടാ. നല്ല അടിപൊളി സാധനം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ നമുക്കിത് കണ്ടപ്പോ നല്ല വെറുത്തായിട്ടും തോന്നി. പിന്നെ ഒരു പുതുമ, തമിഴന്മാരാട്ടോ വെക്കണത്. ഓക്കെ, അപ്പൊ എന്തായാലും അതൊക്കെ വാങ്ങി ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങി. യാത്ര ഇങ്ങനെ പോയി കൊണ്ട് നിൽക്കുകയാണ് മക്കളെ. എന്തായാലും പെരുന്നാളും നോമ്പൊക്കെ ആയി. നോമ്പും നോറ്റ് 30 നോമ്പ് കിട്ടുമോ നമുക്ക് അറിയില്ല. വെള്ളിയാഴ്ച ആണെന്നുണ്ടെങ്കിൽ 28 അല്ലേ. നോക്കാം. എന്തായാലും ഇന്നത്തെ കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇന്ന് എത്ര നോമ്പായി? 27 ആയിരുന്നു, 28 ഒന്നും ഓർമ്മല്ല കടന്നു പോണത്. നാളെ 29ാമത്തെ നോമ്പ്. അപ്പോ നാളെ എന്താഴ്ചയാണ്? ആർക്കും നിശ്ചയല്ലേ. നാളെ വ്യാഴം. അപ്പൊ നാളെ രാത്രി അറിയാൻ പറ്റും വെള്ളിയാഴ്ച പെരുന്നാളാണോ അതോ ശനിയാഴ്ചയാണോ പെരുന്നാൾ എന്നുള്ളത്. എൻ്റെ ഒരു ആഗ്രഹം ശനിയാഴ്ച ആയാൽ മതി പെരുന്നാൾ നടക്കും. നമ്മളൊരു മണ്ണിൻ്റെ റിങ്ങിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ്. പക്ഷെ എനിക്കിത് വന്നപ്പോൾ ഇതൊരു ഭയങ്കര ഒരു കൗതുക കാഴ്ചയായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിലിടാം. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിൽ ഫേസ്ബുക്കിലൊക്കെ ഇടാം. ഇപ്പോൾ അതെങ്ങനെയാണ് എന്താണ് നമ്മുടെ മണ്ണിൻ്റെ റിങ് ഉണ്ടാക്കണം നോക്കിക്കോളൂ. കാരണം ഒരുപാട് ആൾക്കാർ എന്താക്കുന്നുണ്ട്, മണ്ണിൻ്റെ അടുപ്പൊക്കെ ആശ്രയിക്കുന്ന പോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ഫ്രിഡ്ജൊക്കെ നിൽക്കും. അപ്പോൾ പിന്നെ പണ്ടത്തെ കാലത്ത് നിങ്ങൾ ഈ തമ്പ്രാക്കന്മാരെ വീട്ടിലും അല്ലാത്തവരൊക്കെ ഈ ബസ് സ്റ്റാൻഡിലൊക്കെ ഈ പാനിയിൽ വെള്ളം നിറച്ച് വെക്കുന്നിട്ട് അടിയിലൊരു, ഇപ്പം അടിയിൽ പൈപ്പാ, പണ്ടിങ്ങനെ കോരി കുടിക്കും. കൂജ ആ സാധനം പോലെ ആവും നമ്മുടെ കിണർ അല്ലേ. ചേട്ടൻ എന്തായാലും പരിചയം. ഇത് നമ്മുടെ കറക്റ്റ് സ്ഥലം എവിടെ ആയിരുന്നേ? എഴുമങ്ങാടാണ്. അപ്പോ ഇവിടെ ഏകദേശം എത്ര വർഷമായി? 10 വർഷമായിട്ട് ഇവിടെ. എൻ്റെ മൈക്കുണ്ടമ്മ ഊര് പറയുന്നത് കേൾക്കില്ല. ഞാനിപ്പോൾ എന്താ വെച്ചാൽ ഇത് നമ്മളെ യൂട്യൂബിലുള്ള ആൾക്കാരും പാടെ ഒന്ന് കടുത്ത് ഇങ്ങനെ പിടിച്ചോളി. നിങ്ങളെ കറക്റ്റ് കാര്യം നമുക്കൊന്നറിയാം. ഇത് എന്താണ് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ ഇത് ഉപയോഗിക്കണ നല്ല വെള്ളം കുടിക്കാം. നല്ല വെള്ളം കുടിക്കുക. അതല്ല ഞാൻ ചോദിക്കണതല്ല, ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആളുകളുടെ ഡൗട്ട് ഇപ്പൊ ഈ റിങ് ഇട്ട് കഴിഞ്ഞാൽ ഉറവ് വരുമോ എന്നുള്ളൊരു ഡൗട്ട്. ഹോളുണ്ട്, റിങ്ങിന് ഹോളുണ്ട്. പിന്നെ നമ്മൾ മെറ്റലാണ് ഫില്ല് ചെയ്യണത്. അടിയിൽ മെറ്റല്, അടിയിൽ മാത്രമല്ല അടിയിലിടും, റിങ് ഇറക്കാൻ ശേഷം ചുറ്റോടും മെറ്റലിടും. അപ്പൊ പിന്നെ വെള്ളം ഫിൽറ്റർ ആയിട്ട് വരും, ഉള്ളിലേക്ക് വരിക. പിന്നെ മണ്ണിന്റെ റിങ് ആകുമ്പോൾ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല തണുപ്പായിരിക്കും വെള്ളം അല്ലേ. നല്ല തണുപ്പായിരിക്കും.
ഇപ്പൊ ഇത് ഉണ്ടാക്കുന്ന ഒരു രീതിയൊക്കെ നമുക്കിത് ഫസ്റ്റ് പ്രൊസീജിയർ എന്താ വരുന്നത്? ഫസ്റ്റ് നമ്മളതിനെ ഇത് കളിമണ്ണല്ലേ വരുന്നത്? കളിമണ്ണ് കളിമണ്ണ് അരയ്ക്കും. അരച്ച ശേഷമാണ് നമ്മൾ റിങ് അടിക്കല്. 4 തരം മണ്ണ് കൂടിയ മണ്ണത്. 4 തരം മണ്ണില്ലേ? അതിനുശേഷം അതിപ്പോ ഈ റൗണ്ട് ആക്കണത് ഇതാണ് ഫസ്റ്റ് ചെയ്യാ? ഫസ്റ്റ് നമ്മൾ റിങ് മണ്ണ് അരച്ച ശേഷമാണ് അതുണ്ടോ ഈ ഫ്രെയിം ഫ്രെയിമിന്റെ മുകളിൽ കൊണ്ടിരിക്കും. ഇതിലിടും. ഈ ഫ്രെയിം ഇങ്ങനെ ഒട്ടിച്ച് അടിക്കും. നല്ല കംപ്ലീറ്റ് അടിക്കും. അപ്പൊ ഈ സാധനം ഉണ്ടാക്കുന്നത് അടിയിൽ വെച്ചിട്ട് അടിയിൽ വെച്ചിട്ടാണ് അതിന്റെ മുകളിൽ ആ ഷീറ്റ് അടിക്കുക അല്ലേ? അപ്പൊ അവിടെ ചെയ്തോണ്ടിരിക്കണൊക്കെ പോലെ റിങ് അതിന്റെ ബീഡിങ് പിടിക്കാണ്. ബീഡിങ് പറയുമ്പോ ഇതേപോലെ ആവും. നമ്മളെ പാമ്പേരി പറയില്ലേ? പാമ്പേരി. ഇതൊക്കെ പാമ്പേരി വെച്ച് സെറ്റ് ചെയ്യല്ലേ? അതിന്റെ മുകളിൽ ഓരോന്നോ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ അതല്ല, നമ്മളിതിപ്പോ ഒക്കെ ഉണ്ടാക്കി വെച്ചതാണോ ഇനി വലിയൊരു കിണറാണെന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും? നമ്മൾ ഏറ്റവും വലുത് വരുന്നത് 6 ആയിട്ട് റിങ് വരുന്നത്. അത് 10 ഫീറ്റിനുള്ള കിണറിന്. അത് റിങ് കൂടെ ഉണ്ടോ? റിങ് കൂടെ ഉണ്ടോ? വലിയ ഏറ്റവും വലിയ റിങ്, ചെറിയ റിങ് ഉണ്ട്. അപ്പൊ എന്തായാലും ഗൈസ് എന്റെ പെരയില് മെയിനായിട്ട് എനിക്ക് റിങ് നോക്കണം. കാരണം എന്താ വെച്ചാൽ നമ്മള് പെരപ്പണി എടുക്കുന്ന ടൈമിലൊക്കെ എടുത്ത് പിടിച്ച് ചെയ്തുകൊണ്ട് അടിയിൽ ഇപ്പൊ ഇങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് വരുന്നുണ്ട് അല്ലേ? എപ്പോഴും ഈ അടിയിൽ എത്ര ലെയർ നമുക്ക് പോവാ ശരിക്കും? ഫുള്ള് ചെയ്യുന്ന ആൾക്കാരില്ലേ? ഫുള്ള് ചെയ്താൽ ആ ഭംഗി ഉണ്ടാവും അല്ലേ? അല്ല ഇനിയിപ്പോ അഥവാ ഞങ്ങൾക്ക് പറ്റില്ല ബഡ്ജറ്റിന് അനുസരിച്ച് ഒരു 5 റിങ് 6 റിങ് ഒക്കെ ഇറക്കണമെങ്കിൽ അങ്ങനെ ഇറക്കാം. 8 റിങ് അതിന്റെ ഉള്ളിലൊക്കെ ഇടിഞ്ഞു കഴിഞ്ഞാൽ കാരണം അടിയിൽ മോളത്തെ ഉറപ്പ് ഒരിക്കലും അടിയിലേക്ക് ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് എന്തായാലും അടിയിൽ ഇങ്ങനെ ബങ്കും കാര്യങ്ങളൊക്കെ വരുന്ന ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇടാം. അപ്പൊ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് നമ്പറും കൊടുക്കാം. നിങ്ങൾ ഓൾ കേരള ചെയ്ത് കൊടുക്കാം, എല്ലായിടത്തും ചെയ്ത് കൊടുക്കും. ഡെലിവറി നിങ്ങൾ കൊണ്ടുപോയിട്ട് ചെയ്തു കൊടുക്കും. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ കൊടുക്കുക. അപ്പോൾ പുതുതായിട്ട് കിണർ കുത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആവും കേട്ടോ. ഇത് നമ്മൾ എത്ര ദിവസമാണ് ഒരു റിംഗ് ആയി വരണമെങ്കിൽ? നമ്മളിപ്പോ ഒരു 10 ദിവസം എന്തായാലും പിടിക്കും ഒരു റിങ്ങിന്. ചൂളക്കി വെക്കണം. ഇത് പൊട്ട് ഇറക്കുമ്പോ പൊട്ട് അങ്ങനെ അതൊന്നും ഇല്ല അല്ലേ? അത് ഞങ്ങൾ 100% ഗ്യാരണ്ടിയും കൊടുക്കേണ്ടത്. അതായത് എത്ര കൊല്ലം ആണെങ്കിലും ഗ്യാരണ്ടി. ഓക്കെ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതേപോലെ കിണർ, നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടോ? ഇതിനെന്താണ് പേര് പറയാൻ നിങ്ങൾ പറയും. പിന്നെ ഇവിടെ ഇത് മാത്രമല്ല, എല്ലാ ചട്ടികളുടെ പണി ഇനി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും മൊത്തത്തിൽ ഇവിടെ സെറ്റാണ് കേട്ടോ. കേട്ടോ ഇവിടെ ചട്ടികളൊക്കെ അതാ മൊത്തം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പൂജേ വേണ്ടോ? ഇത് ചട്ടി ഉണ്ടാക്കണതാ? ഓക്കെ. ഇത് എല്ലായിടത്തേക്കും പോണ്ടില്ലേ ചട്ടിയൊക്കെ? ഇതിന് അച്ചാണ് പണിയില്ലേ? ഇത് മീൻ ചട്ടിയാ? ഇതിലൊക്കെ മീനുണ്ട് വെച്ചാണ്ടല്ലോ. അല്ലേ? എളുപ്പമാണെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. എക്സ്പീരിയൻസ് തന്നെ വേണം. എക്സ്പീരിയൻസ് മസ്റ്റാണ്. 45 വർഷം എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. കണ്ടില്ലേ ആ കൈയിൻ്റെ അളവ് അച്ചും കൂടി വേണ്ട. കണ്ടില്ലേ ചട്ടിയായി മതി. ഒക്കെ രണ്ട് വിരലിൻ്റെ പണിയാണ്. ചട്ടിയായി മാറി കണ്ടില്ലേ? കഴിവന്നല്ലേ? ഉമ്മയൊക്കെ അതിശയത്തോടെ നോക്കി കൈപ്പൊക്കെ എന്താ സംഭവം എന്ന് നോക്കി. ഇതാണ് ചട്ടി ഉണ്ടാക്കുക കേട്ടോ. അതേക്കൊരു പിന്നെ ഒരു കൂട്ടുകാരത്തിനും കിട്ടിയിരിക്കണം. അതേ അതാ നടക്കുന്നത്. അതാ തിരിക്കണ്. അതേതാ പഠിച്ചോനെ. ഫൈനലി ചട്ടി റെഡി ആയിട്ടുണ്ട് അല്ലേ? ഫുള്ള് കൈപ്പണിയാണ്. ആ ചട്ടിനെയാണ് ഇവിടെ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് പതാക്കി കറക്റ്റൊക്കെ കൈപ്പണിയാണ് അതിലെ. അപ്പോൾ ഗൈസ് ഇവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ ഇതാ അവരെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിട്ടുണ്ട്. ജലഗംഗ, പിന്നെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് വിളിച്ചോളി. എത്ര സ്റ്റോക്കും വേണമെങ്കിലും കിട്ടും. നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ്. നിങ്ങൾക്ക് കൂടെ കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ക്വാളിറ്റിയിലാട്ടോ സാധനം കൊടുക്കുന്നത്. ഗായ്സ് നമ്മൾ കിണറിൻ്റെ അവിടുത്തെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കിണറിൽ ഇപ്പോൾ
നമുക്ക് ആ റിങ് ഇറക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. ഇതേപോലെ ഒരുപാട് ആൾക്കാരെ കിണർ, ഇപ്പോൾ നമുക്കൊക്കെ ഈ ഒരു കിണർ എന്ന് പറഞ്ഞാൽ അത്രയും പ്രിയപ്പെട്ട കിണറാണ്. കാരണം ഇതിലത്തെ വെള്ളത്തിൻ്റെ രുചിയൊന്നും നമുക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിലിഞ്ഞ് നമുക്ക് എന്താക്കണം, അവിടെയൊക്കെ അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിരുന്നു. ഇതിൽ ആ റിങ് ഇറക്കിയിട്ട് എന്താണ് ചെറിയ വട്ടം റിങ് ഇറക്കുക. എന്നിട്ട് 4 പുറം എന്താണ് ബേബി മെറ്റലൊക്കെ ഇട്ട് ഫില്ല് ചെയ്താൽ നല്ല വെള്ളം കിട്ടും. ഇത് ഓൾറെഡി ഇവിടുത്തെ വെള്ളം ഐസും വെള്ളം പോലെ എന്നാണ് എല്ലാവരും പറയല്. കാരണം എല്ലാവരും വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് കുടിക്കുന്ന വെള്ളമാണ്. അപ്പോൾ ഈ ഒരു കിണറിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എന്തായാലും ഇത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഇവിടുത്തെ ഒരു കിണർ ശൂന്യമായിട്ട് പോകാതിരിക്കണമെങ്കിൽ എന്താണ് നമുക്ക് മണ്ണിൻ്റെ റിങ് ഇറക്കാം. ഓക്കെ, നമുക്ക് അധികം ഒന്നും ഇറക്കേണ്ടി വരില്ല. അവിടെ നിങ്ങളുടെ ഒരു 4-5 റിങ് ഇറക്കിയാൽ മതി. എന്നാൽ തന്നെ നന്നാവും. മൊത്തത്തിൽ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കിണർ നല്ല ഭംഗിയാവും കേട്ടോ. അപ്പോൾ കിണറൊക്കെ പുതിയതായിട്ട് കെട്ടുന്ന ആൾക്കാർക്ക് അല്ല കുത്തുന്ന ആൾക്കാർക്ക് ഹെൽപ്പാവും. അല്ല ഇനിയിപ്പോൾ നമ്മുടെ പോലെ കുറേ കുത്തിയവർക്ക് ഇതേപോലെ പങ്കിൻ്റെ ഇതാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ ആളുള്ള കിണറാണെങ്കിലും അവർ തന്നെ വന്ന് സെറ്റ് ചെയ്ത് തരും. നിങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് കാണണ്ട. കാരണം നമുക്കത് അതൊരു ആഡിൻ്റെ വീഡിയോ പറഞ്ഞതാണ്. പക്ഷെ എനിക്കത് ഒരുപാട് ആളുകൾക്ക് ഇത് ഹെൽപ്പാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിത് യൂട്യൂബിലും പാടിടുന്നത്. കാരണം ഇതൊക്കെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് ബൾക്കായിട്ട് കിട്ടണമെങ്കിൽ ഓൾ കേരള നിങ്ങൾക്കത് ചെയ്തു തരും. ഓരോ ഡീറ്റെയിൽസും നമ്പറും ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, വിളിച്ചോളി. എല്ലായിടത്തേക്കും എത്തിക്കൂട്ടോ. ഓക്കെ, അപ്പോൾ ഞാനും എത്തിയിട്ടുള്ളത് നമ്മളെ പഴയ പെരയിലേക്കാണ്. ഒന്നാമത് എന്താ വെച്ചാൽ ഇതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വന്നതാണ്. അങ്ങനെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തത് ആളുകൾക്ക് എത്തിക്കണ്ടേ അല്ലേ? ആളുകൾക്ക് എത്തിക്കാൻ നേരത്താണ് ഞാനും എൻ്റെ അലേഹിയും ഉമ്മയും വന്നത്. അതിൻ്റെ ഇടയിൽ എന്തുണ്ടായി, ഇടവഴിയിലൂടെ വരുമ്പോൾ ഇന്നത്തെ 3 ഉടവ് പോയിരുന്നു. എനിക്ക് എന്തോ ഒരു ഓർമ്മയിൽ ഇവരെയും വണ്ടിയിൽ വെച്ച് ഇങ്ങനെ പോരുക. പിന്നെ കണ്ടു വണ്ടിയുടെ സ്റ്റാൻഡൊക്കെ പൊട്ടി. എന്തോ ഭാഗ്യത്തിന് ഞാൻ കാല് കുത്തി, അതുകൊണ്ട് കഴിച്ചിലായത്. അല്ലെങ്കിൽ അലേഹി ഉടവിലുണ്ടാവും, ഉമ്മ ചാടുകയും ചെയ്തു. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഉടവിലുണ്ടാവും. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. ഉമ്മ പെരയൊക്കെ മൊത്തം വന്ന് വൃത്തിയാക്കി സെറ്റാക്കിയിരിക്കണു. പെരുന്നാളിലെ അങ്ങനെ ഈ പെരയിൽ 2ാമത്തെ പെരുന്നാളാണ് നമ്മളില്ലാത്തത്. ഇവിടെ നിങ്ങൾ പെരുന്നാൾക്ക് ഇങ്ങോട്ട് വരുമോ? ഇവിടെ വന്നിരിക്കൂല്ലേ? 1ാം പെരുന്നാൾക്ക് പുത്തൻ ഉടുപ്പ് ഇട്ടിട്ട് ഉമ്മ വന്ന് ഇങ്ങനെ ഇരിക്കും ഉത്തരപ്പെടെ. കുറേ പെരുന്നാൾ കൊണ്ടല്ലേ, അതങ്ങനെ മറക്കാൻ പറ്റൂലല്ലോ അത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ കാര്യങ്ങൾ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ അവരവിടെ കൊടുത്തിട്ടുണ്ട്. അലേഹ നോക്കിക്കാ, ഫുള്ള് ഇവിടെ മണ്ണിക്കളിയാണ്. ആർക്കാണ് അലേഹനെ വാണ്ടിയത് ഈ സാധനത്തിന്? ഉമ്മാനെ മാത്രം തല്ലില്ല, ഇന്നെയൊക്കെ എമ്മാതിരി അടിക്കണമെന്നറിയോ? ഇനി അടിക്കും, ഉമ്മാനി അടിക്കും. ചണ്ടേന്ന് നമ്മളെ പൂതി പോവല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് പെരുന്നാൾ കൊള്ളണ്ടേ? സാധനങ്ങളില്ലല്ലോ. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാനല്ലേ നടക്കുന്നാല്. എല്ലാ സാധനങ്ങളും വാങ്ങണം. ഉമ്മയുടെ മക്കളൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തർക്ക് കുറേ കാലമായി പോയിട്ട്. അപ്പോൾ എന്തായാലും ഓരോരുത്തർ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് പോലൊക്കെ കാണാം. കുറച്ച് ദിവസമായിട്ട് വ്ളോഗൊന്നും അങ്ങനെ ഒരു ഉഷാറില്ലാത്ത വ്ളോഗായതെന്ന് വെച്ചാൽ നമ്മൾ ബിസിനസ്സിലോട്ട് ഇറങ്ങി അതിൻ്റെ കുറേ തിരക്കും മൊത്തത്തിലുള്ള ഓട്ടക്കാരനാണ്. ഇനി ബിസിനസ്സിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വ്ളോഗും നല്ല രീതിക്ക് കൊണ്ടുപോകും ഇൻഷാ അല്ലാഹ്. അപ്പോൾ പാളിയും കൂടി എത്താനിട്ടായിരുന്നു ഒരു പ്രശ്നമായിരുന്നു. കാരണം പുതിയൊരു ലോഞ്ച് തുടങ്ങുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയുന്നതാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ആദ്യം ആവുകൊണ്ട് എനിക്കത് നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആളുകൾക്ക് നമ്മൾ എന്നാൽ തന്നെ ഒരുപാട് ആളുകൾക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിലുണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് പോകും. നമുക്ക് പിന്നെ കണ്ടന്റ് ആലോചിക്കാനോ ചെയ്യാനോ എടുക്കാനോ നേരം ഉണ്ടാവില്ല. പിന്നെ നോമ്പും അതിൻ്റെ കൂട്ടത്തിൽ പെരുന്നാളിൻ്റെ തിരക്കും, പിന്നെ എനിക്ക് വേറെ 2 ഷോപ്പ് ഉണ്ട്, കിഡോപ്പിൻ്റെ പരിപാടികളൊക്കെ ഒരുപാട് ഉണ്ട്. അപ്പോൾ എന്തായാലും അൽഹംദുലില്ലാഹ് ഒരുപാട് ഹാപ്പിയാണ്. എന്താ പറയുക, ഒന്നുമില്ലാത്ത നമുക്കിപ്പോൾ ഒരു പെര, പിന്നെ ഷോപ്പുകൾ, ബിസിനസ്സുകൾ, മൊത്തത്തിൽ ഭാഗത്താണ്. എന്താ പണി? മരങ്ങൾ ഇങ്ങനെ നിന്നോട്ടെ. ഒരു തണുപ്പുള്ള സ്ഥലം ഇവിടെ. ഞാൻ മരങ്ങളൊക്കെ വെട്ടി കളഞ്ഞിട്ട് എന്താ, ആ കൊമ്പ് മാത്രം ആനാ മതി. അല്ലെങ്കിൽ ഇവിടെ ഉള്ള ഈ തണുപ്പ് ഈ സുഖമൊക്കെ എടുപ്പോ, പിന്നെ ഇങ്ങോട്ട് വരവും നിൽക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. അത് മഴക്കാലം ആകുമ്പോഴേക്കും റെഡിയാക്കാൻ കണ്ട അതിനൊക്കെ ഓരോ ഓട്ടം ഉണ്ട്. ഓടുകളൊക്കെ എന്നാ പിടിച്ച് റെഡിയാക്കാം. ടാർപ്പായി വിരിച്ചിട്ടൊന്ന് ഇത്രയും നല്ല പണി എടുത്ത പോലെ മോള് ടാർപ്പായി വിരിക്കുക. ആദ്യം അടച്ചു പോരി, പണികളുണ്ട്.